നൻപ നൻപികളെ MR തൊപ്പി എന്ന് പറയുന്ന ക്യാരക്ടർ ഒരുപക്ഷെ ഒരു മണ്ടനോ പൊട്ടനോ ആയിരിക്കാം. പക്ഷേ നിഹാദ് എന്ന് പറയുന്ന ഒരു വ്യക്തി അത്രത്തോളം വലിയൊരു മണ്ടനോ പൊട്ടനായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടില്ല. തൊപ്പി തന്നെ തൊപ്പിയുടെ ലൈവിനകത്ത് വന്ന് പറഞ്ഞിട്ടുള്ള കാര്യമാണ് ആ തൊപ്പി എന്ന ക്യാരക്ടറിനെ തൊപ്പി ഉപേക്ഷിച്ചിരിക്കുകയാണ്. ഇനി മുതൽ നിഹാദ് എന്ന് പറയുന്ന ഒരു വ്യക്തി മാത്രമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. കുറേ നാൾക്ക് ശേഷം ഒരു തിരിച്ചു വരവ് തൊപ്പി നടത്തിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നിരന്തരം എല്ലാ ദിവസവും ലൈവ് സ്ട്രീം കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. റീസെൻ്റ്ലി തൊപ്പിയുടെ ആണെങ്കിൽ ഒരു ക്രിപ്റ്റോ കറൻസി റിലേറ്റഡ് ആയിട്ട് ഒരു ഇഷ്യൂ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട്. ഈ ഒരു കാര്യത്തിൽ രണ്ട് അഭിപ്രായങ്ങളാണ് എല്ലാവർക്കിടയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഒരു സൈഡ് ആൾക്കാർ മൊത്തം പറയുന്നത് ഇത് തൊപ്പിക്ക് ജെനുവിൻലി ഇങ്ങനെ നടന്നൊരു സംഭവമാണ്, അതല്ല ഇൻകം ടാക്സുകാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് തൊപ്പി നടത്തുന്ന ഒരു സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ഒരു പ്ലാനിങ്, ഒരു ഡ്രാമയാണ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഒരു സൈഡ് ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താണ് സംഭവം എന്നുള്ളത് നമുക്ക് ഇതിനകത്ത് നോക്കാം. ആൻഡ് കുറച്ച് നാളുകൾക്ക് മുന്നേ ആണെങ്കിൽ തൊപ്പിയാണെങ്കിൽ തൊപ്പിയുടെ ഒരു യൂട്യൂബ് ഇൻകം റിവീൽ ചെയ്യുന്നൊരു വീഡിയോ ഉണ്ട്. അത് സംസാരിച്ചിട്ട് നമുക്ക് ഇങ്ങോട്ട് സംസാരിച്ചിട്ട് കാര്യമുള്ളൂ. അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ ഇങ്ങോട്ട് പ്ലേ ചെയ്യാം. നിങ്ങളത് വെറുതെ കണക്കൂട്ടി വെക്കുക. കിക്കിൽ ഞാൻ ഒരു ദിവസം 8 മണിക്കൂർ 5 മണിക്കൂർ മിനിമം സ്ട്രീം ചെയ്യും. 5 മണിക്കൂർ കൂടിപ്പോയി 8 മണിക്കൂറിൽ ചെയ്യും. എനിക്ക് ഒരു മണിക്കൂറിന് കിക്ക് തന്നുകൊണ്ട് അത് അവർലി ഫീ ഓഫ് $250. അതായത് ഒരു മണിക്കൂറിന് ഏകദേശം 21,000 ഇന്ത്യൻ മണി. ഒരു മണിക്കൂർ ലൈവ് ചെയ്താൽ ഒരു മണിക്കൂർ 20,000 കൂട്ട്, ഒരു മണിക്കൂർ 20,000. അപ്പൊ 5 മണിക്കൂർ എത്രയായി? 50,000. പൂറാ ഒരു മണിക്കൂർ 20,000, 5 മണിക്കൂർ എത്രയാ? 1 ലക്ഷം. ആ 1 ലക്ഷം ഒരു ദിവസം ആവറേജ് ഉണ്ടാക്കുന്നത് ഏറ്റവും കുറഞ്ഞത്. ആലോചിച്ച് നോക്ക്. ഞാൻ 8 മണിക്കൂർ സ്ട്രീം ചെയ്ത ദിവസം ഉണ്ട് ഓരോ ദിവസം. എന്നിട്ട് അപ്പൊ ഒരു മാസം എത്രയായി? അങ്ങനെ എനിക്ക് മനസ്സിലാവും. അതായത് ഒരു ദിവസം സ്ട്രീം ചെയ്താൽ 1 ലക്ഷം റുപ്യ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോം മാത്രം തരും. പിന്നെ സൂപ്പർ ചാറ്റ്, ഗൂഗിൾ പേ അങ്ങനെ ആയിട്ട് കുറെ പൈസ അവിടെ വരും. പിന്നെ പ്രൊമോഷൻസ് അത് ഇത് അങ്ങനെ പറയും, ഇനോഗ്രേഷൻസ് അത് ഇതായിട്ട് അങ്ങനെ പറയും. അങ്ങനെ വരുന്ന ഞാൻ എന്തിനാണ് മയക്കുമരുന്ന് കച്ചവടം ചെയ്യുന്നത്? ഇതാണ് തൊപ്പിയുടെ ആ ഒരു ഡ്രഗ്സ് റിലേറ്റഡ് ആ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്ന ടൈമിൽ അതിനെക്കുറിച്ചിട്ട് ചോദിച്ചാണ് തൊപ്പി ഒരു തിരിച്ചുവരവ് നടത്തിയ ടൈമിൽ. അപ്പം തൊപ്പി പറയുന്ന കാര്യമാണ്, അപ്പോഴാണ് തൊപ്പിയുടെ ഈ ഒരു യൂട്യൂബ് റവന്യൂ റിവീൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പം അതിനെപ്പറ്റി കുറേ ആൾക്കാർ ഇങ്ങനെ സംസാരം ഉണ്ടായിരുന്നു. അതായത് ഇത്രയും കോടികളൊക്കെ മുടക്കി പഠിക്കാൻ പോകുന്നതിനെക്കാട്ടിൽ എന്തുകൊണ്ട് നല്ല ഇതുപോലെ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് നിൽക്കുന്നതല്ലേ എന്നുള്ളത് ഒരു പരിധി വരെ ശരിയാണ്. പക്ഷേ സക്സസ് ആയിട്ടുള്ള ആളുകളുടെ റേറ്റ് വളരെ കുറവാണ്. കാര്യം നമുക്ക് സക്സസ് ആയിട്ടുള്ള ആളുകളുടെ പേരുകൾ മാത്രമേ അറിയത്തുള്ളൂ. തോറ്റു പോയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. എല്ലാ ഫീൽഡിലും ഇതേപോലൊക്കെ തന്നെയാണ്. സെയിം സ്റ്റോറി തന്നെയാണ് എല്ലാ മേഖലകളിലും. ആ കാര്യം കൂടെ എല്ലാവരും മനസ്സിലാക്കുക. ആൻഡ് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് യൂട്യൂബ് നല്ലൊരു പ്ലാറ്റ്ഫോം തന്നെയാണ്. നമുക്ക് നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, ഇനി ഈ ഒരു യൂട്യൂബ്, അതായത് ഈ ഒരു ഹ്യൂജ് എമൗണ്ട് തൊപ്പിക്ക് ഇതിനകത്തുനിന്ന് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെന്ന് മനസ്സിലാക്കിയതിന് ശേഷം സ്വാഭാവികമായിട്ടും ഈ പറയുന്ന പോലെ ഒരു ഇൻകം ടാക്സ് റെയ്ഡ് അങ്ങനത്തുള്ള സാധനങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അല്ലെ, ടാക്സ് ഒക്കെ അടയ്ക്കുന്നില്ലേ? തുപ്പിയാൻ ഇടയ്ക്ക് പറയുന്നുണ്ട് ഞാൻ ദുബായിൽ പോയി നിന്ന് കഴിഞ്ഞാൽ എനിക്ക് സ്വാഭാവികമായിട്ട് എനിക്ക് തീർച്ചയായിട്ടും ഈ ഒരു ടാക്സ് വെട്ടിക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു ടോക്കോ കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അതിനുശേഷം തുപ്പി പിന്നെ ഒരു ലൈവിനകത്ത് വന്ന് പറയുന്നതാണ് ഈ ഒരു ക്രിപ്റ്റോ കറൻസിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം. അത് ഞാൻ ഇങ്ങോട്ട് വെക്കാം. ഞാൻ മൊത്തം ഒരു വലിയ റിസ്ക് എടുത്തിട്ട് ഞാൻ കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഏത് കോയിനാന്നും പറയില്ല, ബിറ്റ് കോയിൻ അല്ല വേറൊരു കോയിനിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ട്രേഡിങ്ങിൽ ഇതിലേക്കെല്ലാം ഇറങ്ങണമെന്നുണ്ട്. ഇപ്പൊ അല്ല, കുറച്ച് സമയം കഴിഞ്ഞാ. പക്ഷെ ഞാനൊരു കോയിൻ വാങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഞാൻ വലിയൊരു റിസ്ക് തന്നെ എടുത്തു. കാരണം ആ കോയിൻ മുകളിലേക്ക് പോകുന്ന അത്രയും ഉറപ്പെനക്ക് കിട്ടി. ഞാൻ മൊത്തം എന്റെ കയ്യിലുള്ള ഓൾമോസ്റ്റ് ഉള്ളതെല്ലാം ഞാൻ കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. മുത്തേ കുറച്ച് ദിവസം ഡോജ് കോയിൻ ഒന്നല്ല, ഇല്ല ഡോജ് കോയിൻ ആവാം അല്ലാതിരിക്കാം. അത് പറയില്ല, ഞാൻ പറയില്ല ഏത് കോയിനാ ഞാൻ പറയില്ല. പിന്നെ നിങ്ങളെല്ലാം ഇൻവെസ്റ്റ് ചെയ്തേ. പിന്നെ ഞാൻ എന്താവും അങ്ങനെ കുറെ ആൾക്കാരിൽ വന്നാ ഇതാവും ചിലപ്പോ. അമ്മ എനിക്ക് അറിയില്ല അതിന്റെ രീതി എന്താണെന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ ഒരു കോയിനിൽ എന്റെ മൊത്തം സേവിങ്സ് ഞാൻ ഒരു കോയിനിൽ ഇട്ടിട്ടുണ്ട്. മോനെ 2-3 മാസം കൊണ്ട് ഞാൻ മൾട്ടി മില്യണർ ആകാൻ പോയത്. ഓക്കെ, പറഞ്ഞ കാര്യം ശ്രദ്ധിച്ചു. അതായത് മൊത്തവും സേവിങ്സും ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തു. അതായത് ഇത്രയും മൊത്തം സേവിങ്സ് ഇൻവെസ്റ്റ് ചെയ്യാനും മാത്രം ഇതിൻ്റെ ഒരു പരിപാടിയെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് എനിക്കറിയില്ല. എന്നിരുന്നാലും അത്യാവശ്യം ഒരു റിസ്ക് ഉള്ളൊരു പരിപാടി തന്നെയാണ്. പക്ഷേ ഈ ഒരു മൊത്തവും സേവിങ്സ് കൂടെ ഇതിനകത്ത് ഇട്ടു എന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് അങ്ങനെ മുഴുവനായിട്ട് ഇടാനും മാത്രം ഒരു വിഡ്ഢിയായിട്ടുള്ളൊരു വ്യക്തിയാണോ തൊപ്പി എന്ന് പറയുന്നത്. അപ്പോൾ അതിനുശേഷമാണെങ്കിൽ കഴിഞ്ഞ ദിവസം തൊപ്പി ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ പറയുന്ന ഇട്ട പൈസ മൊത്തം കയ്യിൽ നിന്ന് പോയി എന്നുള്ള രീതിയിൽ. ആ സ്റ്റോറി ഞാൻ ഇങ്ങോട്ട് വെക്കാം. നല്ല 8 മണി കിട്ടിയിട്ടുള്ളത്. രാവിലെ മുതൽ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുകയാണ്. മൂഞ്ചി തെറ്റിയിട്ടുള്ളത് എൻ്റെ ക്രിപ്റ്റോ സ്കാമായി. ഇത് ആരെങ്കിലും നല്ല നോളജുള്ള നല്ല ക്രിപ്റ്റോ എക്സ്പേർട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് അയക്കുക. അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളുടെ അറിവിൽ ആരെങ്കിലും നല്ല ബേസിക് നോളേജ് ഉള്ള ആരും വേണ്ട. ഞാൻ കുറേ ആൾക്കാരോട് സംസാരിച്ച് സൊല്യൂഷൻ ഇല്ല. ഈ നല്ല എക്സ്പേർട്ട് ആയിട്ടുള്ള ക്രിപ്റ്റോ നോളേജ് നല്ലോണമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് നമ്പർ ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ എനിക്കൊന്ന് മെസ്സേജ് അയക്കുക. ഓക്കെ, ഞാൻ ഒന്ന് പറഞ്ഞിട്ടില്ല ഒരു കോയിനിൽ ഞാൻ ക്രിപ്റ്റോയിൽ ഞാൻ എൻ്റെ മൊത്തം സേവിങ്സ് ഇൻവെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. അത് നല്ലൊരു പണി കിട്ടി, സ്കാമായിരുന്നു. ആരെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്തേ മതിയാവും, വേറെ വഴിയൊന്നുമില്ല. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയുക. ഓക്കെ, പിന്നെ ക്രിപ്റ്റോയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മിനിമം 6 മാസമെങ്കിലും ഇതിനെക്കുറിച്ച് പഠിക്കുക. മൊത്തം ഇതിനെക്കുറിച്ച് പഠിച്ചിട്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക, അല്ലാണ്ട് ഈ പരിപാടിക്ക് ഇറങ്ങാണ്ടിരിക്കുക. ഓക്കെ, ആരെങ്കിലും നമ്പർ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക അല്ലെങ്കിൽ വിളിക്കുക. ഓക്കെ, അപ്പം
ഇതായിരുന്നു പിന്നീട് ഉണ്ടായിരുന്ന തൊപ്പിയുടെ ഒരു സ്റ്റോറി എന്ന് പറയുന്നത്. അതായത് ഇട്ട പൈസ മൊത്തം കയ്യിൽ നിന്ന് പോയി എന്നാണ് പറയുന്നത്. കാര്യം ഇത്രയും ഫുൾ സേവിങ്സും ഒരു സാധനത്തിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ നേരത്തേക്കിന് നിഹാദ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തിക്ക് ഇതിനെപ്പറ്റിയിട്ട് ഒന്നും പഠിക്കാതെ അല്ലെങ്കിൽ ഇതിനെപ്പറ്റിയിട്ട് ഒരു വിവരവും ബോധവും ഇല്ലാതെ തൊപ്പി ഇൻവെസ്റ്റ് ചെയ്തു എന്നുള്ളതാണ് തൊപ്പി പറയുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റിയിട്ടൊന്നും പഠിച്ചിട്ടില്ല എന്നുള്ളതിലാണ് പറയുന്നത്. അപ്പം തൊപ്പിയുടെ ഇത് കഴിഞ്ഞിട്ട് ഈ ഒരു വീഡിയോ തൊപ്പി പറയുന്ന പോലെ ഇത്രയും പൈസ മില്യണയർ ആവാൻ പോകുകയാണെന്ന് പറഞ്ഞിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന ഈ ഒരു ടൈമിൽ നമ്മുടെ ക്രിപ്റ്റോ മച്ചാൻ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിൽ നിന്നാണെങ്കിൽ ആ മച്ചാനാണെങ്കിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വെക്കാം. ഇപ്പം സേവിങ്സ് ഞാൻ ഒരു കോയിനിൽ ഇട്ടിട്ടുണ്ട്. മോനെ 2-3 മാസം കൊണ്ട് ഞാൻ മൾട്ടി മില്യണർ ആകാൻ പോയി. എനിക്ക് കഴിഞ്ഞ 24 മണിക്കൂറിനകം ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്യപ്പെട്ടിട്ടുള്ള റീലാണിത്. ഇതിന്റെ ഫാക്ട് തൊപ്പി പറഞ്ഞ കോയിൻ ഏതാണെന്ന് നമുക്കൊന്ന് ഡീകോഡ് ചെയ്ത് നോക്കാം. അതിലോട്ട് പോകുന്നതിന് മുമ്പേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, തൊപ്പി ക്രിപ്റ്റോയിൽ പുതുതാണ്. സോ ഒന്നെങ്കിൽ തൊപ്പിയെ ഏതെങ്കിലും റെക്ഫുൾ ടീം അവരുടെ ടോക്കൺ ബൈബാക്ക് ചെയ്യാനായിട്ട് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടാവണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഫേക്ക് ടെലിഗ്രാം അഡ്മിൻസ് ഏതെങ്കിലും കോയിൻ തൊപ്പിയെ ക്യാൻവാസ് ചെയ്തിട്ടുണ്ടാവണം. സോ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, ക്രിപ്റ്റോയിൽ ദെയർ ഈസ് നോ ഷോർട്ട് കട്ട്. ഓക്കെ, സോ ഇനി നിങ്ങൾക്ക് ക്രിപ്റ്റോയെ പറ്റി പഠിക്കണം, അല്ലെങ്കിൽ ക്രിപ്റ്റോയിൽ ബൂം ആവാൻ പോകുന്ന 5 കോയിനുകളെ പറ്റി അറിയണമെങ്കിൽ, യൂസ് റിലേറ്റഡ് ആയിട്ടുള്ള കോയിനെ പറ്റി അറിയണമെങ്കിൽ ജസ്റ്റ് നമ്മുടെ ഈ ഒരു പേജ് ഒന്ന് ഫോളോ ചെയ്തിട്ട് ബയോയിലുള്ള ഈ ഒരു വാട്സ്ആപ്പ് ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്താൽ മതി. അതിന്റെ ഫുൾ റിസൾട്ട് ഞാൻ അവിടെ ഷെയർ ചെയ്തിട്ടുണ്ട്. ക്രിപ്റ്റോ മച്ചാൻ ഈ ക്രിപ്റ്റോ മച്ചാൻ എന്ന് പറയുന്നത് ഈ അത്യാവശ്യം ഈ പറഞ്ഞ ക്രിപ്റ്റോ കറൻസി അത് റിലേറ്റഡ് ആയിട്ട് കുറച്ച് അറിവും കാര്യങ്ങളൊക്കെ ഉള്ള ഒരാളാണ്. കുറേ ആൾക്കാർക്ക് ഇതിനെ പറ്റിയിട്ട് അതായത് പറഞ്ഞു കൊടുക്കുക കാര്യങ്ങൾ, ആ ഒരു ടൈപ്പ് ഓഫ് കോണ്ടന്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളാണ്. പിന്നീട് ഇങ്ങനെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് പിന്നെ തൊപ്പിയാണെങ്കിൽ വേറൊരു പട്ടിത്താറ്റം ഇയാളെ കാണിക്കുന്നുണ്ട്. അവസാനം ഈ ഫോളോ ചെയ്യാനൊക്കെ പറഞ്ഞൊരു സാധനം, അത് നമുക്ക് വീഡിയോയുടെ അവസാനത്തിലോട്ട് വരാം. ഇത് കഴിഞ്ഞിട്ട് തൊപ്പി ഇട്ടേക്കുന്ന പിന്നീട് കഴിഞ്ഞ സെറ്റുള്ള ഒരു ലൈവ് ഉണ്ട്. ആ ലൈവിനകത്ത് പറയുന്ന കാര്യങ്ങൾ ഇനി നമുക്ക് കേൾക്കേണ്ടത്. അവയർനെസ് വീഡിയോ ആണ്. ഇതൊരു അവയർനെസ് ലൈവ് ആയിട്ട് കരുതിയാൽ മതി. ഇത് ക്രിപ്റ്റോയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ നല്ലോണം പഠിക്കുക, നല്ലോണം പഠിച്ചിട്ട് മാത്രമേ ചെയ്യുക. ഇത് ഒരു അവയർനെസ് വീഡിയോ ആണ് എന്നുള്ളതാണ് തൊപ്പി പറയുന്നത്. പക്ഷെ നിങ്ങൾക്ക് ആ ഒരു ലൈവ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും, അവയർനെസ് എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് സംഭവിച്ചു, എങ്ങനെ സംഭവിച്ചു, അല്ലെങ്കിൽ ആരും എന്ത് ചെയ്യരുത്, എന്ത് ചെയ്താലാണ് പെട്ടുപോകുന്നത് എന്നുള്ള കാര്യങ്ങളൊന്നും തൊപ്പി അവിടെ പറയുന്നില്ല. പക്ഷെ ഇതൊരു അവയർനെസ് വീഡിയോ ആണ് എന്നുള്ളതാണ് തൊപ്പി ഇതിനകത്ത് പറയുന്നത്. മൊത്തത്തിൽ മൂഞ്ചിതാ എല്ലാത്തിൻ്റെയും ആരിലോ കണ്ണുകടി ഉണ്ടായിരുന്നു തോന്നണം. എനിക്ക് തോന്നുന്നു കണ്ണുകടിയാണത്. കണ്ണുകടിയോ ഇതുവരെ ഉണ്ടായിക്കൊണ്ടിരിക്കില്ല. എനിക്കറിയാം, എനിക്ക് മാത്രം അങ്ങനെ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരുന്ന എനിക്ക് മനസ്സിലാകുന്നില്ല. വേറെ ആർക്കും കാണുന്നില്ലല്ലോ. ഒന്ന് കഴിഞ്ഞ് അടുത്ത കേസ് കഴിഞ്ഞ് അടുത്ത കഴിഞ്ഞ് ഇനി അടുത്ത് ഇത് കഴിഞ്ഞ് അടുത്തും വരെ ആയിരിക്കും. അതിൽ തൊപ്പി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, അത്യാവശ്യം ആൾക്കാർ അറിയപ്പെടുന്ന ഒരു യൂട്യൂബർ അല്ലെങ്കിൽ ആ ഒരു സെലിബ്രിറ്റി ഒരു ഫെയിമിൽ നിൽക്കുന്ന ഒരാളാകുമ്പോഴത്തേക്കിന് ഏതെങ്കിലും ഒരു വള്ളിയൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് നൈസായിട്ട് ഒഴിഞ്ഞു മാറാനെ കൊണ്ട് ശ്രമിക്കുക, ഇല്ലെങ്കിൽ നമ്മളെ പൊങ്കാലയിടും. അതേപോലെ തന്നെ നമ്മുടെ കൂടെ ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ ഇത്തരം ആൾക്കാരുടെയൊക്കെ കൂടെ ഉള്ള ആൾക്കാർ ഏതെങ്കിലും വള്ളി പിടിച്ചാലും അതിനകത്ത് അവരുടെ പേരല്ല വരിക, നമ്മുടെ പേരായിരിക്കും വരിക. അത് തന്നെയല്ലേ തൊപ്പിയുടെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത്. ഈ അവരുടെ ആ ഒരു ഇഷ്യൂ ഉണ്ടായപ്പോഴത്തേക്കും അവിടെ ഒരാളുടെ ഫോട്ടോയോ പേരോ അല്ല ഇങ്ങനെ എടുത്ത് കാണിച്ചേക്കുന്നത്, തൊപ്പിയുടെ പേരാണ്. അപ്പോഴും അവിടെ തൊപ്പി നിരപരാധിയായിരുന്നു എന്നുള്ളതായിരുന്നു പിന്നീട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. അപ്പോഴും തൊപ്പിയുടെ പേരാണ് മീഡിയസിന് മുന്നിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ അത്ര ആൾക്കാരെയൊക്കെ ഇന്ന് നിർത്തേണ്ട രീതിയിൽ നിർത്തിക്കഴിഞ്ഞാൽ വലിയ പ്രശ്നം ഉണ്ടാകത്തില്ല. ഇപ്പം തൊപ്പിയുടെ മുൻ കാമുകി റിലേറ്റഡ് ആയിട്ട് നമ്മളൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോയ്ക്കകത്ത് ആ കാമുകിയെ കുറിച്ചിട്ട് മറ്റൊരു സുഹൃത്ത്, മറ്റൊരു പെൺകുട്ടി പറയുന്നൊരു കാര്യമാണ്, എനിക്ക് ആദ്യമായിട്ട് ഈ ലഹരി ഉപയോഗിക്കാൻ തന്നത് അവളാണ്, എന്നിട്ട് അവർക്ക് ഇതിൻ്റെ സെയിൽ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ളത്. അപ്പം അത്തരത്തിലുള്ള ആൾക്കാരെയൊക്കെ ഇങ്ങനെ അകറ്റി നിർത്തി കഴിഞ്ഞാൽ വലിയ വള്ളികളൊന്നും പിടിക്കാതെ നമുക്ക് പോകാൻ പറ്റും. അത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ആരെല്ലാം എക്സ്പെർട്ട് ആരെയുള്ള കുറച്ച് ആൾക്കാരോട് സംസാരിക്കാനുണ്ട്, എന്നാലേ നടക്കും. എനിക്ക് പോയതിന്റെ പകുതിയെങ്കിലും എനിക്ക് തിരിച്ചു കിട്ടിയാൽ മതി. ഇതാണ് ഇപ്പം തന്നെ അവസ്ഥ. ഞാൻ രാവിലെ മുതൽ മറ്റേ കോയിനെ വെയിലത്ത് അയച്ചിട്ട പോലെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്. എന്തെങ്കിലും ഒരു സൊല്യൂഷൻ, എനിക്ക് പോയതിന്റെ പകുതിയെങ്കിലും തിരിച്ചു കിട്ടിയാൽ മതി. ഇത് ഇവന്റെ അഭിനയമാണെങ്കിൽ ഇവനൊരു ഓസ്കാർ കൊടുക്കണം. ഓക്കെ, അവയർനെസ് വീഡിയോ എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനകത്ത് അവയർനെസ് ഒന്നുമല്ല. ഞാൻ ഇതുപോലെ എത്ര പെട്ടിക്കാണ് മാങ്ങാതെയൊക്കെ ചെക്കാന്നൊക്കെ കുറച്ച് സാധനം അടിക്കുന്നുണ്ട് ഇതിനകത്ത്. മിക്കവാറും ഞാൻ നാളെ പോയിട്ട് സൈബർ സെല്ലിൽ കേസ് കൊടുക്കണമെങ്കിൽ ഇത് കുടുങ്ങി കിടക്കാമെന്ന് എനിക്ക് തിരിച്ചു കിട്ടോ ഇല്ലെന്ന് എനിക്ക് ഉറപ്പ് കിട്ടണം. എനിക്ക് അഡ്വൈസ് വേണം. എനിക്ക് കുറച്ച് ആൾക്കാരോട് സംസാരിക്കണം. എനിക്കൊരു ഉറപ്പ് കിട്ടിയെങ്കിൽ ഓക്കെ, എനിക്ക് പോയി കേസ് കൊടുക്കാം. അല്ലെങ്കിൽ അടുത്ത പൈസ ഉണ്ടാക്കാനുള്ള മോട്ടിവേഷനെങ്കിൽ ഇതാക്കി. ഇതെനിക്കൊരു ഉറപ്പ് കിട്ടുന്നില്ല. എൻ്റെ കോയിനവിടെ കുടുങ്ങി കിടക്കുകയാണ്. ഈ കോയിൻ കുടുങ്ങിക്കിടക്കാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത്തരം ഒരു ഇൻകം ടാക്സിന്റെ ഒരു റെയ്ഡോ കാര്യങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർ ചെക്ക് ചെയ്യാനോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ കുടുങ്ങിക്കിടക്കുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഇൻകം ടാക്സുകാരെ അങ്ങനെ നമുക്ക് പറ്റിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ അങ്ങനെ ആ പ്രശ്നങ്ങൾ അങ്ങനെ അങ്ങ് സോൾവ് ചെയ്യാൻ പറ്റുമോ? അതിനെ പറ്റിയിട്ട് അറിവുള്ള ആൾക്കാർ ഒന്ന് കമന്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞു തരണം കേട്ടോ. അതിനെ പറ്റിയിട്ട് എനിക്ക് അറിവില്ലാത്തതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിച്ചത്. അതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ നിങ്ങൾ പറയാം. എല്ലാം പഠിച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്താൽ പോലെ നമ്മുടെ കാര്യം പഠിച്ചിട്ട് ഞാൻ എല്ലാ കാര്യത്തിലും ഇങ്ങനെ കോൺഫിഡന്റ് ആയിട്ട് ഈ റിസ്ക് എടുക്കുന്ന അവസ്ഥ എനിക്ക് തോന്നുന്നു. ഞാൻ കുറേ ഗ്യാമ്പിളെല്ലാം ചെയ്ത് നടന്നുകൊണ്ട് എനിക്ക് ഇങ്ങനത്തെ മണ്ടത്തരം എനിക്ക് പറ്റുന്നത്. അല്ല, മുഴുവൻ സമ്പാദ്യം, അതായത് മുഴുവനായിട്ടുള്ള സേവിങ്സ് മൊത്തം ഈ ഒരു കാര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാനും മാത്രം, അല്ലെങ്കിൽ ഇവിടെ കുറച്ച് പൈസയെങ്കിലും മാറ്റി വെക്കില്ല. അല്ലെങ്കിൽ നമ്മൾ എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ കുറച്ച് പൈസ എന്തെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഒന്ന് ടെസ്റ്റ് ഡോസ് പോലെ സാധനം അടിച്ചിട്ടായിരിക്കും നമ്മൾ ചെയ്യുക. അതല്ലാതെ മുഴുവൻ സേവിങ്സ് ഇതുപോലെ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാനും അത്രത്തോളം ഒരു മണ്ടനായിട്ടുള്ളൊരു വ്യക്തിയാണോ നിഹാദ് എന്ന് പറയുന്നത്? തൊപ്പി എന്ന് പറയുന്ന ക്യാരക്ടർ വിട്ടു ഇപ്പം നിഹാദ് എന്ന് പറയുന്ന ഒരു വ്യക്തി അത്രയ്ക്ക് മണ്ടനായിട്ടുള്ള ഒരാളാണോ? കോയിനും പറയാൻ പറ്റില്ല.
അതെന്താ കോയിനെയും പറയാൻ പറ്റാത്ത കാര്യം, ഇതൊരു അവയർനെസ് വീഡിയോ ആണെന്ന് തൊപ്പി തന്നെ പറയുന്നുണ്ട്. അവയർനെസ് വീഡിയോ ആകുമ്പോഴത്തേക്കിന് ഏത് കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്തപ്പോഴാണ് ഇങ്ങനെ ഒരു പ്രശ്നം വന്നതെന്ന് സ്വാഭാവികമായിട്ട് അറിയാൻ ആളുകൾക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ. അപ്പം അവയർനെസ് വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്കിന് അതിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ ഏത് കോയിൻ എന്ന് പറയേണ്ടതല്ലേ. എക്സ്പേർട്സ് ഉണ്ടെങ്കിൽ ഇത് നമ്പറോ എന്തെങ്കിലും ഞാൻ അവരോട് സംസാരിച്ചോളാം. ഇപ്പോൾ തൊപ്പി ഇപ്പോൾ ലൈവിനകത്ത് വന്നിരുന്നിട്ടാണ് ഇതുപോലെ അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു എന്നൊക്കെ പറയുന്നത്. അത്യാവശ്യം കേരളത്തിൽ അത്യാവശ്യം ഇൻഫ്ലുവൻസിങ് ആയിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസർ തന്നെയാണ് തൊപ്പി എന്ന് പറയുന്നത് അല്ലേ. അപ്പം ഹൈലി ഇൻഫ്ലുവൻസ് ഉള്ള ഒരു തൊപ്പി അല്ലെങ്കിൽ ഒരു എന്താ പറയുക വലിയൊരു പോലീസ് കേസ് തന്നെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള അല്ലെങ്കിൽ ദുൽഖർ സൽമാൻ വരുമ്പോൾ ഉള്ള പോലത്തെ ഒരു ക്രൗഡ് പുള്ളറായിട്ട് തൊപ്പി എവിടെ ഇനാഗുറേഷൻ ഒക്കെ പോകുമ്പോൾ വരാൻ പറ്റുന്ന തൊപ്പിക്ക് ഈ പറയുന്ന പോലെ ഈ ഒരു ക്രിപ്റ്റോ റിലേറ്റഡ് ഒരു ഇഷ്യൂ ഉണ്ടായപ്പോഴത്തേക്കിന് അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരാളെ കോൺടാക്ട് ചെയ്യാൻ ഇത്രയ്ക്കും വലിയ ബുദ്ധിമുട്ട് ഇത്രയ്ക്കും പാടാണോ? ലൈവിൽ വന്നിട്ട് പിന്നെ എല്ലാവരുടെ ഇറക്കുന്ന പോലെ ആണെങ്കിൽ ആരെല്ലാം ഉണ്ടെങ്കിൽ പറഞ്ഞിരുന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് ഇത് കഴിഞ്ഞിട്ട് ഇനി നമ്മുടെ ക്രിപ്റ്റോ മച്ചാന്റെ വീഡിയോ കണ്ടിട്ട് നമ്മുടെ തൊപ്പി പറയുന്ന കാര്യം ഇങ്ങോട്ട് വെക്കാം. അല്ലെങ്കിൽ ഏതെങ്കിലും ഫേക്ക് ടെലിഗ്രാം അഡ്മിൻസ് ഏതെങ്കിലും ഞാൻ കണ്ടപാടന്നെ ഞാൻ ഇതിനെ കുറിച്ച് നോക്കണായിരുന്നടാ. ഞാനിത് എല്ലാരും പറയുന്ന പോലത്തെ കാര്യമാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ വിട്ടടാ, മണ്ടത്തരായി പോയടാ. കോയിൻ തൊപ്പിയെ ക്യാൻവാസ് ചെയ്തിട്ടുണ്ടാവണം. സോ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, ക്രിപ്റ്റോയിൽ ദെയർ ഈസ് നോ ഷോർട്ട് കട്ട്. ഓക്കെ, സോ ഇനി നിങ്ങൾക്ക് ക്രിപ്റ്റോയെ പറ്റി പഠിക്കണം അല്ലെങ്കിൽ ക്രിപ്റ്റോയിൽ ബൂം ആവാൻ പോകുന്ന 5 കോയിനുകളെ പറ്റി അറിയണമെങ്കിൽ, യൂസ് റിലേറ്റഡ് ആയിട്ടുള്ള കോയിനെ പറ്റി അറിയണമെങ്കിൽ ജസ്റ്റ് നമ്മുടെ ഈ ഒരു പേജ് ഒന്ന് ഫോളോ ചെയ്തിട്ട് എന്റെ അടക്കം അവന്റെ പുട്ട് കച്ചവടം, ഇവിടെ ആള് ഇന്ത്യക്ക് തീ പിടിച്ച് അടക്കം അവന്റെ പുട്ട് കച്ചവടം. അല്ല, ഈ തീ പിടിച്ച് നടക്കുമെന്ന് പറയാനെക്കൊണ്ട് ആരും തൊപ്പീൻ്റെ അടുത്ത് ഇതിനെ പോയിട്ട് അതിനകത്ത് പോയി ഇതിനകത്ത് പോയി ചെയ്യുന്നൊന്നും പറഞ്ഞില്ലല്ലോ. ചിലപ്പോൾ ഇനി തൊപ്പിയുടെ അടുത്താണെങ്കിൽ ഈ കൂട്ടത്തിക്കുന്ന ആൾക്കാർ ഇതിനകത്തുള്ള ഇൻവെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് അറിയത്തില്ല. ഈ തൊപ്പിക്ക് ഇത്ര ഈ ലാസ്റ്റ് ഈ സാധനം പൊളിഞ്ഞേക്കെന്ന് വെച്ചാൽ ആ മച്ചാനാണെങ്കിൽ ഇത് ഫോളോ ഒക്കെ ചെയ്യാനൊക്കെ പറഞ്ഞിരിക്കുന്ന സംഭവത്തിലാണ് ഈ പൊളിഞ്ഞേക്കുന്നത്. ഇപ്പോൾ പുള്ളി തന്നെ ആ പുള്ളിയുടെ കമന്റിലാണെങ്കിൽ ഇതുപോലെ പിൻ ചെയ്തൊരു സംഭവം വെച്ചിട്ടുണ്ട്, എല്ലാവർക്കും പ്രശ്നം ഞാൻ അവസാനം പറയുന്ന കാര്യത്തിൽ, അതായത് ഫോളോ ചെയ്യാൻ പറഞ്ഞ സാധനത്തിൽ. ബ്രോ, ആദ്യം ഞാൻ തൊപ്പിയുടെ കോയിൻ സ്കാം ആവാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏതാണ് നല്ല ക്രിപ്റ്റോ പ്രൊജക്ട് എന്ന ചോദ്യം വരും. അതുകൊണ്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന 5 US ക്രിപ്റ്റോ കോയിൻ ബിക്കോസ് ഓഫ് ട്രംപ് പറഞ്ഞത് ആരും കുഴിയിൽ ചാടാതിരിക്കാൻ, പിന്നെ ഞാൻ ഒരു ഇൻഫ്ലുവൻസർ ആയതുകൊണ്ട് ഫോളോ ചെയ്യാനും പറഞ്ഞു. ഇതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ മല്ലയ്യ, കാലം തെളിയിക്കട്ടെ. ഓക്കെ, അപ്പം ഇതിനകത്ത് ഫോളോ ചെയ്യാൻ പറഞ്ഞതിലൊന്നും തെറ്റോ കാര്യങ്ങളൊന്നും ഇല്ല. ഇതിനകത്ത് തൊപ്പി പിന്നീട് വന്ന് പറയാണ് ഇങ്ങനെ തീ പിടിച്ചിരിക്കുന്ന ടൈമിലാണ് ഇവൻ്റെ ഫോളോ ചെയ്യാൻ മാങ്ങാ തേങ്ങ ചക്ക എന്നൊക്കെ പറയുന്നത്. അത് ഭയങ്കര മോശമായിട്ടുള്ള കാര്യമാണ്. ഒരാൾക്ക് ഇപ്പോൾ ഫോളോ ചെയ്യാൻ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് അത്ര വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. പക്ഷേ ഇതിനകത്ത് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി ഇട്ടേക്കുന്ന ഒരു കമൻറ്റാണ്. ഈ കഴിഞ്ഞ ഒരു മാസമായി അവൻ്റെ ഒരു ദിവസത്തെ വരുമാനം ഇത്രയുണ്ട് എന്ന് പറഞ്ഞ് റീൽ ചെയ്തവർ മാറ്റി പറയിക്കാനുള്ള ഒരു ഐറ്റമാണ് അവൻ കോയിൻ്റെ പേരിൽ ഇപ്പോൾ വന്ന ലൈവിൽ പറഞ്ഞത്. അതായത് ഇനി അവനൊരു ലൈവ് വരും, കോയിൻ പോയെന്ന് പറഞ്ഞ് അവൻ്റെ വരുമാനം തീർന്നു വന്ന നിലയിൽ അതാണ് ഇനി കാണാൻ പോകുന്നത്. ഓക്കെ, ഈ ഒരു കമൻറ്റ് 3 ദിവസങ്ങൾക്ക് മുന്നേ വന്നിട്ടുള്ളതാണ്. തൊപ്പി ഈ ഒരു ഇഷ്യൂ റിലേറ്റഡ് ആയിട്ട് ഈ ഒരു കമൻറ്റ് ഇട്ടേക്കുന്നത് കഴിഞ്ഞ ദിവസമാണ്. ഇത് ജോൽസിനാണോ എന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാർ കമൻറ്റ് ബോക്സിലൊക്കെ ഈ കമൻറ്റ് ഇട്ട ആളെടുത്ത് റിപ്ലൈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾ ഇതിനകത്ത് ആലോചിച്ച് നോക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, തൊപ്പി ഇത്രയും അല്ലെങ്കിൽ നിഹാദ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തി ഈ പറയുന്ന പോലെ ഫുൾ സേവിങ്സും എടുത്തിട്ടാണെങ്കിൽ ഇങ്ങനെ ഒരു സാധനത്തിലാണെങ്കിൽ ഇതിനെ പറ്റിയിട്ട് ഒരു വിവരം പോലും അല്ലെങ്കിൽ ഇതിനെ പറ്റിയിട്ട് പഠിക്കുക അല്ലെങ്കിൽ ഇതിനെപ്പറ്റി ഒരു കാര്യമില്ലാതെ നേരെ പോയിട്ട് അങ്ങ് ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. ഇത് നമ്മളെല്ലാവരും വിശ്വസിക്കണം അല്ലേ. എന്നിട്ട് പൈസ പോയി എന്ന് പറഞ്ഞിട്ട് പിന്നീട് ഒരു ഡ്രാമ ക്രിയേറ്റ് ചെയ്യുകയാണോ? കാര്യം ഇതിനകത്ത് അവയർനെസ് വീഡിയോ എന്ന് പറഞ്ഞുകൊണ്ട് തൊപ്പി ഇതിനകത്ത് ചെയ്തിട്ടുള്ളതിൽ എന്ത് അവയർനെസ് ആണ് ആളുകൾ കൊടുക്കുക എന്നുള്ളത് നിങ്ങൾ ആലോചിക്കുക. കാര്യം ഇത് ഈ ആ ഒരു ലൈവ് ഫുള്ള് കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഇതിനകത്ത് എവിടെയും എന്ത് സംഭവിച്ചു, എങ്ങനെ സംഭവിച്ചു, എങ്ങനെയാണ് പോയത്, ഏത് കോയിനാണെന്ന് പോലും തൊപ്പി പറയുന്നില്ല. ഓക്കെ, അപ്പം നാളെ ഒരാൾ ഈ പറയുന്ന ഒരു കോയിനകത്ത് ഇതേ തൊപ്പി ഒരുപക്ഷെ തൊപ്പിക്ക് ഇങ്ങനെ സ്കാംസ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുള്ള അതേ കോയിനിൽ തന്നെയാണ് പോയി ഒരാൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ അവയർനെസ് വീഡിയോ എന്ന് പറയുന്ന സാധനത്തിൽ വലിയ പ്രാധാന്യം വരുന്നില്ലല്ലോ. അവയർനെസ് എന്ന് പറഞ്ഞിട്ട് തൊപ്പി ജസ്റ്റ് യൂഷ്വലി ചെയ്ത് പോകുന്ന സാധനമാണ്. പിന്നെ തൊപ്പി ആയതുകൊണ്ട് നമുക്ക് ഈ പറഞ്ഞ സാധനം നമ്പാനും കൊള്ളത്തില്ല. കാര്യം കുറേ നാൾ മുന്നേ ആണെങ്കിൽ ഒരു ഇനാഗുറേഷന് തൊപ്പി എന്ന ക്യാരക്ടറായിട്ട് നിന്ന ടൈമിൽ കൊല്ലത്താണെന്ന് തോന്നുന്നു ഒരു ഇനാഗുറേഷൻ വന്ന ടൈമിലാണെങ്കിൽ ഈ പറഞ്ഞ ഒരു പയ്യൻ തൊപ്പീനെ പിടിക്കാൻ വെച്ചേക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സീൻ ഉണ്ടായിരുന്നു. അതിനുശേഷം 2 ദിവസം കഴിഞ്ഞിട്ട് തൊപ്പിയുടെ ലൈവിനകത്ത് ആ പയ്യൻ ഇരിക്കുന്നു. ഇവർ രണ്ടുപേരും ചേർന്ന് ചെയ്തേക്കുന്ന ഒരു പരിപാടിയാണെന്നുള്ളത്. അതുകൊണ്ട് തൊപ്പി പറയുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് നമ്പാനും കൊള്ളത്തില്ല. എന്തായാലും ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം ഇത്രയും കണ്ടിട്ട് എന്താണെന്ന് തോന്നുന്നത് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ പറയാം. നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ശരി.